വെൽക്കം ടു Xylem SSC RRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 2024 CHSL എക്സാമിന്റെ ഓൾ ഷിഫ്റ്റിൽ, അതായത് 36 ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 90ഓളം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന്റെ പാർട്ട് 1 വീഡിയോ ആയിരിക്കും ഇത്. അതിന് തുടർന്നുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണാം. ജനറലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് മാസത്തെ കറന്റ് അഫയർ വരെയാണ് നമ്മൾ നോക്കി പോകേണ്ടതെന്നുള്ളത്. ഇപ്പൊ CHSLന്റെ കേസിൽ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ജൂലൈ 2024 CHSL എക്സാം നടന്നത്. അപ്പൊ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും, മാർച്ച് 2024 ഏപ്രിൽ 2024 കറന്റ് അഫയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഷിഫ്റ്റും അനലൈസ് ചെയ്യുമ്പോൾ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാർച്ച് ഏപ്രിൽ മാസത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ജൂലൈ മാസം ആകുമ്പോൾ 2 മാസം വിട്ടിട്ട്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2 മാസം വിട്ട് നമ്മുടെ മെയ് മാസത്തെയും ജൂൺ മാസത്തെയും കറന്റ് അഫയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഇപ്പൊ CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് CGL എക്സാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ജൂലൈ ആഗസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, 2 മാസം നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, മെയ് ജൂൺ വരെയുള്ള കറന്റ് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസ് ഓഫ് മാർച്ച് 2024 ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ദി ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? നമ്മുടെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രകാശ് ശ്രീവാസ്തവയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 അണ്ടറിൽ വരുന്ന ഒരു സ്പെഷ്യൽ ജുഡീഷ്യൽ ബോഡിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാനും ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ടാണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ പ്രകാശ് ശ്രീവാസ്തവയാണ് റൈറ്റ് ആൻസർ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following states or union territories has the first 100% fully digital literate panchayat in India? ഡൽഹി, പുതുച്ചേരി, മഹാരാഷ്ട്ര, കേരളയാണ് ഓപ്ഷൻ വരുന്നത്. കേരളയാണ് റൈറ്റ് ആൻസർ. കേരളത്തിലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ചൊക്ലി ഗ്രാമപഞ്ചായത്താണ് ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് പഞ്ചായത്ത് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 കേരളയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, according to the National Crime Records Bureau data from 2016 to 2019 suicide cases due to unemployment have increased by. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 24% ആണ്. 2016 തൊട്ട് 2019 വരെയുള്ള കാലയളവിൽ സൂയിസൈഡ് കേസ് ഡ്യൂ ടു അൺഎംപ്ലോയ്മെന്റിൽ എത്ര ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻ 2 24% ആണ് റൈറ്റ് ആൻസർ. മോസ്റ്റ് നമ്പർ ഓഫ് സൂയിസൈഡ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടകയാണ് ഡ്യൂ ടു അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് 24% ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICC വേൾഡ് കപ്പ് 2023 വാസ് ഹോസ്റ്റഡ് ബൈ. ഇന്ത്യ ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യ ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഉണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ഇന്ത്യയാണ്. ഇതാണ് ഇന്ത്യ ഫസ്റ്റ് ആയിട്ട് സോൾ ഹോസ്റ്റ് ആയിട്ട് 2023 ICC വേൾഡ് കപ്പ് ആണ് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ സോൾ ഹോസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വേൾഡ് കപ്പാണ്. അന്നേരം ചാമ്പ്യന്മാരായത് ആരായിരുന്നു? ഓസ്ട്രേലിയയാണ് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹു വാസ് ദി ചീഫ് കോർഡിനേറ്റർ ഫോർ ദി G20 സമ്മിറ്റ് വിച്ച് ഹെൽഡ് ഇൻ ഇന്ത്യ ഇൻ 2023? അപ്പൊ G20 സമ്മിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡൽഹിയിലുള്ള പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിലാണ് G20 സമ്മിറ്റ് നടന്നത് അല്ലെ. 18th എഡിഷൻ ആയിരുന്നു, G20യുടെ 18th എഡിഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഫസ്റ്റ് G20 സമ്മിറ്റും കൂടിയായിരുന്നു 2023 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? G20 സമ്മിറ്റിന്റെ മോട്ടോ എന്ന് പറയുന്നത് വസുദൈവ കുടുംബം എന്നായിരുന്നു. ദാറ്റ് ഈസ് 1 earth 1 family 1 future ആണ് നമ്മുടെ G20 സമ്മിറ്റിന്റെ മോട്ടോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് G20 ട്രോയിക്ക ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. അതായത് കഴിഞ്ഞ വർഷം എവിടെയാണ് G20 നടന്നത്, ഈ പ്രാവശ്യം എവിടെയാണ്, ഇനി അടുത്ത വർഷം എവിടെയാണ് നടക്കാൻ പോകുന്നത്. ഇതാണ് ട്രോയിക്ക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രോയിക്ക ഗ്രൂപ്പ് നോക്കാം. G20 2023 ട്രോയിക്ക ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും വരിക? 2022 എവിടെയാണ് നടന്നത്, 2023 എവിടെയാണ് നടക്കുന്നത്, ഇനി 2024 എവിടെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം. 2022 എവിടെയായിരുന്നു? ഇന്തോനേഷ്യയിലായിരുന്നു. അപ്പോൾ ഇന്തോനേഷ്യയാണ് വരിക. ഇനി 2023 എവിടെയാ? ഇന്ത്യയില്. 2024 എവിടെയാണ് നടക്കാൻ പോകുന്നത്? ബ്രസീലില്. റെഡി? അങ്ങനെയാണെങ്കിൽ G20 2024 ട്രോയിക്ക ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും വരിക? 2023 എവിടെയാണ് നടന്നത്? ഇന്ത്യയില്. 2024 എവിടെയാണ് നടക്കുന്നത്? ബ്രസീലില്.
ഇനി 2025 എവിടെയാണ് നടക്കാൻ പോകുന്നത് വരുന്നത്? സൗത്ത് ആഫ്രിക്ക. അപ്പൊ ഇത്രയുമാണ് G20 ട്രോയിക്ക ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരുന്നത്? ഹു വാസ് ദി ചീഫ് കോർഡിനേറ്റർ ഓഫ് G20 സമ്മിറ്റ് വിച്ച് ഹെൽഡ് ഇൻ ഇന്ത്യ എന്നാണ് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ എ ഹർഷവർദ്ധൻ ശൃംഖലയാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഹർഷവർദ്ധൻ ശൃംഖലയാണ് ചീഫ് കോർഡിനേറ്റർ ഓഫ് G20 സമ്മിറ്റ് 2023 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. According to Global Multinational Poverty Index 2022, which of the following groups of states is included in top 10 poorest state of India? Top 10 poorest state of India യിൽ വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ മേഘാലയ ആൻഡ് മധ്യപ്രദേശ് ആണ്. അപ്പൊ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് നമ്മുടെ SDG ഇൻഡെക്സ്. അപ്പൊ നമ്മുടെ സസ്റ്റൈനബിൾ ഗോൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് നമ്മുടെ കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ആണ്. ആൻഡ് ലീസ്റ്റ് വരുന്നത് എന്തായിരിക്കും? സസ്റ്റൈനബിൾ ഗോൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ലീസ്റ്റ് പൊസിഷനിൽ വരുന്നത് ബീഹാറുമാണ്. ഇത് തന്നെയാണ് ലിറ്ററസിയുടെ കേസിലായാലും വരുന്നത്. ലിറ്ററസി റേറ്റിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് കേരളയാണ്, ലീസ്റ്റ് വരുന്നത് ബീഹാറാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് Who among the following won gold at International Shooting Sport Federation Junior World Cup 2023? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ധനുഷ് ശ്രീകാന്ത് ആണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Which of the following states launched the first migration monitoring system in the year 2022? മഹാരാഷ്ട്ര. ഓപ്ഷൻ 3 മഹാരാഷ്ട്രയാണ് റൈറ്റ് ആൻസർ വരുന്നത്. മഹാരാഷ്ട്ര വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഇങ്ങനെ ഒരു സിസ്റ്റം ലോഞ്ച് ചെയ്തത്. അതായത് പ്രഗ്നന്റ് വുമൺ, ലാക്ടേറ്റിംഗ് വുമൺ, ചിൽഡ്രൻസ് ഇവരുടെയൊക്കെ മൈഗ്രേഷൻ ആണ് ഇതുവഴി മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർമർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഫോർമർ പ്രസിഡന്റ് ഓഫ് BJP അലയൻസ് പാർട്ട്ണർ IPFT ഡാഷ് റിസീവ്ഡ് ദി പത്മശ്രീ അവാർഡ് posthumously in 2023. ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് നരേന്ദ്രചന്ദ്ര ദേബർമയാണ്. റൈറ്റ് ആൻസർ വരുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് മിനിസ്റ്റർ ഫോർ ലാൻഡ് റവന്യൂ ആൻഡ് ഫോറസ്റ്റ് ഫോർ ത്രിപുര ആയിരുന്നു. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് നരേന്ദ്രചന്ദ്ര ദേബർമയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. പത്മശ്രീ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പത്മശ്രീ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Dash was sworn in as Central Vigilance Commissioner on May 2023. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് 2023 മെയ്യിൽ ചുമതലയേറ്റത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് വന്നിരിക്കുന്നത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അപ്പൊ നമ്മുടെ വിജിലൻസ് കമ്മീഷണേഴ്സ് രണ്ടുപേർ ആരൊക്കെയാണ്? വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് അരവിന്ദ് കുമാറും AS രാജീവുമാണ്. രാജീവുമാണെന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇവന്റ് അറ്റ് 2023 Under-20 Asian Athlete Championships did Siddharth Chaudhary win a gold medal for India? സിദ്ധാർത്ഥ് ചൗധരി 2023 Under-20 ഏഷ്യൻ അത്ലറ്റിക്സിൽ ഗോൾഡ് മെഡൽ, ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ ഐറ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഷോർട്ട് പുട്ട് ആണ് റൈറ്റ് ആൻസർ. ആ സെയിം ദിവസം തന്നെ ശിവം ലൊഹാരെ സിൽവർ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ജാവലിൻ ത്രോയില്. ഷാരൂഖ് ഖാരി സിൽവർ മെഡൽ നേടിയിട്ടുണ്ട് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ. സുസ്മിത ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഷോർട്ട് പുട്ട് ആണ്. സിദ്ധാർത്ഥ് ചൗധരി ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഷോർട്ട് പുട്ട് ആണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. April 2023 മഹാരാഷ്ട്ര ഗവൺമെന്റ് ഹാസ് അപ്രൂവ്ഡ് ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് റിസർവേഷൻ ഫോർ ദിവ്യാംഗ് എംപ്ലോയീസ് ഇൻ പ്രൊമോഷൻസ്? അപ്പോൾ ദിവ്യാംഗ് എംപ്ലോയീസിന് എത്ര പെർസെന്റേജ് ആണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് പ്രൊമോഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4% ആണ്. അപ്പൊ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവ്യാംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കൺട്രിയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഗവൺമെന്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് How many times India won South Asian Football Federation Championship അല്ലെങ്കിൽ SAF Championship of December 2023? എത്ര ടൈംസ് ആണ്? 9 ടൈംസ് ആണ് റൈറ്റ് ആൻസർ. അപ്പോഴത്തെ ടോപ്പ് സ്കോററും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും സുനിൽ ഛേത്രി ആയിരുന്നു. അപ്പോൾ ഇതൊരു ബൈനിയൽ ഇവന്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. 2 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്.
Next, what is the name of centrally sponsored scheme related with literacy that was launched by the Government of India in March 2023? National Literacy Program, New India Literacy Program, India Literacy Program and Bharat Padhega. ഏതാണ് റൈറ്റ് ആൻസർ? ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം വഴി ഉറപ്പാക്കുന്നത് 15 വയസ്സും അതിന് മുകളിലോട്ടുമുള്ള ആൾക്കാരിൽ നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ബേസിക് കാൽക്കുലേഷൻസ്, ബേസിക് ഫൗണ്ടേഷൻസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഓപ്ഷൻ വെച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ 2023 ഗുലാബ് ചന്ദ് കട്ടാരിയ ബിക്കം ഗവർണർ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഹിമാചൽ പ്രദേശ്, തമിഴ്നാടു, ഒഡീഷ, ആസാം. വെരി ഈസി, ആസാം ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഗവർണർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗവർണർ, CM ഇതൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം കുറേ അധികം സ്റ്റേറ്റുകളിലെ ഗവർണേഴ്സ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അത് ആ ഒരു അപ്ഡേറ്റ് ആലോചിച്ച് വെക്കുക. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is the only Indian woman who has been ranked world number 1 for badminton? PV Sindhu, Rituparna Das, Jalwa Gutta, സൈന നെഹ്വാൾ. നമ്മുടെ റൈറ്റ് ആൻസർ ഇസ് സൈന നെഹ്വാൾ ആണ് റൈറ്റ് ആൻസർ. ഒളിമ്പിക്സിൽ സിൽവർ മെഡലും BWF-ൽ ഗോൾഡ് മെഡലും നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് PV സിന്ധു എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following was not a venue of 66th National School Game 2023? ഓപ്ഷൻ എ ഡൽഹി, 2 ഗ്വാളിയർ, 3 ഭോപ്പാൽ, 4 ലുധിയാന. നമ്മുടെ ഓപ്ഷൻ 4 ലുധിയാനയാണ് റൈറ്റ് ആൻസർ. നോട്ട് എ വെന്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ വെന്യൂ ഓഫ് 66th നാഷണൽ സ്കൂൾ ഗെയിം 2022-2023? ഓപ്ഷൻ 4 ലുധിയാനയാണ് റൈറ്റ് ആൻസർ. ബാക്കി വരുന്ന 3 സ്ഥലങ്ങളും വെന്യൂ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, the 5th edition of Gelo India Youth Games were organized in Bhopal city in which year? Gelo India Youth Games ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, the 5th edition of Gelo India Youth Games were organized in Bhopal city in which year? ഏത് ഇയർ ആണ്? ഓപ്ഷൻ 4 2023 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, to enhance the interoperability between Indian and Russian armies, a joint training exercise called Dash commenced at Pratpoi Ranges, Volgograd in the year 2021. Shakti 2021, Indra 2021, Surya Kiran 2021, Varuna 2021. Indra 2021 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ മിലിറ്ററി എക്സസൈസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരു 2-3 പാർട്ടുകൾ എടുത്താൽ മാത്രമേ നമുക്ക് 36 ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ എല്ലാ ദിവസവും വരുന്ന കറണ്ട് അഫെയർ അപ്ഡേറ്റും ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടുകൾ ഇനിയും വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഒരു 3-4 പാർട്ടിലാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.